MDMA കൊക്കൈനും ഒക്കെയാ പൊടിയടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങനെ ഇന്ന് രാവിലെയാണ് വർക്കൗട്ട്. ഫുള്ള് മഴ, എന്നാലും നമ്മൾ ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ ഈസ് എവറിത്തിങ്. മഴയത്ത് നമ്മൾ ജിമ്മിൽ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ് പോലും കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ആംസ് ഡേ ആണ്. ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് അത് ക്രിയാറ്റിൻ. ഇപ്പൊ വേറെ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല, ക്രിയാറ്റിൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഏതാണെന്നൊന്നും പറയത്തില്ല, പിന്നെ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലടുത്ത കോൺട്രവേഴ്സി വരും. സോ നമ്മൾ ക്രിയാറ്റിൻ മാത്രം ഒന്ന് പ്രീ വർക്കൗട്ട് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതാവും. നമ്മളുടെ വമ്പാട്ടുമായിട്ട് ചിയേഴ്സ് പറഞ്ഞ മദ്യപാനത്തിൽ നിന്ന് ചിയേഴ്സ് പറഞ്ഞ ക്രിയാറ്റിൻ അടിയിലേക്ക് ഞങ്ങൾ വളർന്നിരിക്കുകയാണ്. നമ്മളെ പറ, ഈ വർഷം ഇനി മദ്യപാനം ഇല്ലെന്ന് പറ. കിട്ടും. ഈ വർഷം ഇനി മദ്യപാനം ഇല്ല, നീ ഇതാണ് നമ്മുടെ ലഹരി. ഇതാണ് ലഹരി. MDMA കൊക്കൈനും ഒക്കെയാ പൊടിയടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രിയാറ്റിനും പ്രീ വർക്കൗട്ട് കുടിക്കും. അമൽ നന്നായി പോയതാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ്. മദ്യപാനിയായ അമൽ ഇവിടെ ട്രാൻസ്ഫോർമേഷനിൽ വരെ എത്തി. അത് നമ്മൾ അംഗീകരിക്കണം ഗൈസ്. അമലിന്റെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിപ്ലിൻ, അതാണ് മെയിൻ. 90 വെള്ളം ഒഴിക്കാതെ അടിക്കുന്ന പോലാണ് അമലിപ്പോൾ ക്രിയാറ്റിൻ അടിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ പല ഹാബിറ്റ്സും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാധനം പെർട്ടിക്കുലറായിട്ട് നിർത്തുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ റീപ്ലേസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ ഹാബിറ്റിനെ. നിങ്ങൾക്ക് മാറ്റേണ്ട ഒരു ഹാബിറ്റിനെ അത് ചെയ്യാൻ എപ്പോഴാണോ തോന്നുന്നത്, ആ തോന്നുന്ന സമയത്ത് വേറൊരു ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ തോന്നുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഒരു 25 പുഷപ്സ് അടിക്കുക. അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു സാധനം സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും അത് അഡാപ്റ്റ് ആയി വരുന്നില്ല. ടേക്സ് ടൈം. അതൊരു നല്ല ഹാക്കാണ്. വെയിറ്റ് ഇല്ലാത്ത ഡംബിൾ നമ്മൾ പറ്റിച്ച് കേസ്. ഇയാളുടെ എക്സ്പ്രഷനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓജിയാണ്, പക്ഷെ അല്ലായിരുന്നു. ചതിച്ച്. നമ്മൾ ഈയിടെയായിട്ട് തന്നെ ഒരുപാട് ചതിക്കുന്നു. അടുത്ത സെറ്റ് നമ്മൾ ഇതിന് പക കിട്ടുന്നതാണ്. ഈ സെറ്റ് അതുകൊണ്ട് നമ്മൾ കൂട്ടത്തില്ല, വാമപ്പായിട്ട് കൂട്ടും. Don't come back, pack your bags, you take a trip and don't relax. You hit the switch and just attack. You find your niche and make some racks. Don't hold back. Everybody wake up, it's time to break up with the life you made up. It's time to trade up, live the life you want now, a life you don't doubt. I could give a fuck how, just figure it out. Wake up, man, this life is a blur. Everyone's got an opinion, so which one you prefer? Cause I'll give you one that's coming from an entrepreneur. Don't give up on your dream if it's what you deserve. ഈ ആംസ് ഭയങ്കര വലുതാക്കാൻ നോക്കും. അത് ചില ആൾക്കാർ ഓവർ ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ എന്നും പോയി ആംസ് വർക്കൗട്ട്. അങ്ങനെ വരുന്ന ഒരു സാധനമല്ല ആംസ്. അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, ഹോം ധരിച്ച്. എൻ്റെ ബീക്കർപ്പായിട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു സാധനമാണ് ബൈസെപ്സ്. സോ ബേസിക്കലി അതിൽ ഒരു ചേഞ്ച് വന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർ വെയിറ്റ് ലോഡ് ചെയ്യുന്നവരും കുറച്ചുകൂടെ വെയിറ്റ് കുറച്ചിട്ട് കൺട്രോൾ റെപ്സും കുറച്ച് വോളിയം കൂട്ടുവാണെങ്കിൽ ആംസിന് അത് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പോൾ ചിലർ ഭയങ്കരമായിട്ട് ആംസിന് ലിഫ്റ്റ് ചെയ്യുന്നവർ നിങ്ങളുണ്ടോ, പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയിട്ട് ബൈസെപ്സ് ഉള്ളവരായിരിക്കും. അല്ലാതെ ഹെവി വെയിറ്റ് ട്രെയിനിങ് കൂടെ ഒരിക്കലും ബൈസെപ്സ് ഉണ്ടാകത്തില്ല. കൺട്രോൾ ഫുൾ ഫോം, ഇതാണ് ആംസ് വർക്കൗട്ടിന് ഏറ്റവും ദിസ് ഇസ് ദ ടിപ്പ് ഓഫ് ദ ഡേ. അപ്പോൾ അടുത്തടിക്കാം. So I'd be cautious, I hope that you're watching. Don't try to stop this, walk until I'm nauseous. Cause I will not quit, not because I want this. Don't try to stop me. ഇത് സിസ്റ്റം വെയിറ്റ് അല്ല ലെഫ്റ്റ് ചെയ്യുന്ന. ഇതിൽ നമ്മൾ റെസിസ്റ്റൻസ് അനുസരിച്ച് ഓട്ടോമേറ്റ് ചെയ്യാം. നൈസ്. നോർമൽ നമ്മുടെ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് പിന്നെ മാനുവലി ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് വെയിറ്റ് ആണ് എൻ്റർ ചെയ്യുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബോഡി വെയിറ്റിന്റെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് വെയിറ്റ് ആണ് എൻ്റർ ചെയ്യുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആണ്. നോർമൽ പിന്നോട്ട് മെഷീൻസിൽ നമ്മളിവിടെ 15 ഇട്ടു, മേ ബി പുള്ളീസിന്റെ നമ്പർ കൊണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മുടെ ആക്ച്വൽ ആ വെയിറ്റ് ആയിരിക്കും പുട്ട് ചെയ്യുന്നത്.
അതൊന്നും ട്രൈ ടു ഡു ദിസ് വൺ. മോഡ്സ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. 4 മോഡ്സിൽ സ്റ്റാർട്ടിംഗ് മോഡില് നമ്മൾ എന്ത് വെയിറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. 20 സെറ്റ് ചെയ്തു. പ്രൈസ് പ്രിഫർ ചെയ്ത് നോക്കി ജസ്റ്റ്. കുറച്ചുകൂടി ടൗണിൽ എന്താണ് ഇത് ആക്ച്വൽ 20 കിലോസ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഈ പുള്ളീസിന്റെ എന്ത് വെയിറ്റ് ലോസ് വരത്തില്ല. നോർമൽ ഇതിൽ എത്ര പുള്ളി ഉണ്ടോ അത്രയും വെയിറ്റ് റെസിസ്റ്റൻസ് കുറയുന്നുള്ളൂ. പിന്നെ വരുന്ന മോഡ് ഡിസെൻട്രിക് മോഡാണ്. ഡിസെൻട്രിക് മോഡില് ഡിസെൻട്രിക് ഫേസിൽ മാത്രമാണ് ഡിസെൻട്രിക് ഫേസിൽ മാത്രമാണ് നമുക്ക് വർക്കൗട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. Retarded, get the party started, yeah, get the party started, yeah, so let me get up on it, yeah. Bitch, you got me fucked up, I don't know what's up, pour that shit in my cup, we bout to turn up, crank this shit up so loud, sounds like we're sold out. വർക്കൗട്ട്സ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നത്. ഇപ്പം ചിലർക്ക് ബെഞ്ച് പ്രസ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, ചിലർക്ക് അതായിരിക്കത്തില്ല. ചിലർക്ക് സ്കോട്ട് ഭയങ്കര ലെഗ് ഡെവലപ്പ് ചെയ്യും, ചിലർക്ക് ഹാക്ക് മതിയാവും. അവനവൻ്റെ ബോഡി അറിയാം, അവനവൻ്റെ ബോഡിക്ക് പറ്റുന്നത് ചെയ്യുക. വേറെ ഒരു എന്ത് ചെയ്യുന്നു നോക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ ബോഡിക്ക് എന്ത് വീക്ക്നെസ് എന്ത് സ്ട്രെങ്ത് ഏത് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇൻറ്റൻസിറ്റി ചെയ്യാൻ അങ്ങനെ നോക്കി ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത വേറെ വർക്കൗട്ട് ഞാൻ അത് ചെയ്യത്തില്ല, അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. മാക്സിമം എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അമ്പാട്ടിനെ കണ്ടിട്ടാണ് എനിക്ക് പറ്റാത്തത്. മെഡിക്കൽ മിറാക്കിൾ പണ്ട് റിച്ച് പിയാനോയുടെ വർക്കൗട്ടൊക്കെ ഉണ്ട്. ആംസിനൊക്കെ അമ്മാതിരി ചെയ്തിട്ടുണ്ട്. റിച്ച് പിയാനോയുടെ ഉണ്ടോ 8 hour വർക്കൗട്ട് 7 hour വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് 100 reps അമ്മാതിരി സീന. എന്ന് വെച്ചാൽ രണ്ടുപേരും അപ്പുറം നിൽക്കും. ഞങ്ങൾ കുറേ സാധനം ട്രൈ ചെയ്യും. എന്ന് വെച്ചാൽ പിരമിഡ് ചെയ്ത് നേരെ മുകളിലോട്ട് പോകും, എന്നിട്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. ഇതെല്ലാം ഒറ്റ സെറ്റ് നടക്കുന്നത്. വയ്യാതാവും. ഒരു വെയിറ്റ് ഗേജ് ഉണ്ടെങ്കിൽ അതിൽ ഫുള്ള് വെയിറ്റിൽ ഇട്ടിട്ട് കൂട്ടിപ്പോവും, എന്നിട്ട് കുറച്ച് പോകും. ഇമാതിരി ഇൻറ്റൻസിറ്റിയിലൊക്കെ ചെയ്യായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മൾ രണ്ടുപേരോട് നിൽക്കുക, ഞാനൊരു 10 അടിക്കും നിനക്ക് വരും, പിന്നെയും 10 നീ അടിക്കും എനിക്ക് വരും. ഇങ്ങനെ ഒരാൾ വീഴുന്നവരെ അടിക്കണം. ഇതാണ് ചാലഞ്ച്. അത് 100 rep ആവും 200 rep ആവും. അങ്ങനെ കൈ അനങ്ങത്തില്ല. അത് ഇത്ര അനങ്ങളുള്ളൂ കൈ ആ സെറ്റ് കഴിയുമ്പോൾ. പിന്നെ ഒന്നും ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഫുഡ് കഴിക്കണം, ഉറങ്ങണം, എങ്കിലും മസിൽ വരുത്തുള്ളൂ. പ്രോട്ടീൻ മുഖ്യം. എനിക്ക് ട്രൈസിന് ഏറ്റവും മുമ്പോട്ടുള്ള മെഷീൻ ഏതെന്നറിയോ? നമ്മൾ മറ്റേ ഇരുന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധനമില്ലേ? ഈ ഒരു മൂവ്മെന്റിൽ ഇവിടെ ഇങ്ങനെ വരുന്ന ബൈസും ചെയ്യാം, ഇങ്ങനെ വെച്ചിട്ട് ട്രൈസും ചെയ്യാം. അപ്പം മസ്കറ്റിൽ പോയ സമയത്ത് അവിടെ ഒരു ജിമ്മിൽ മെഷീനുണ്ട്, ലിറ്ററലി കത്തും. അതുപോലത്തെ ഒരു പമ്പ് എൻ്റെ വർക്കൗട്ട് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ ജിമ്മിൽ അവിടെ പമ്പ് ഈ മൂടല്ല. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ 2 ആഴ്ച കണ്ട് വർക്കൗട്ട് ചെയ്തു. എന്നുവെച്ചാൽ ലുലുവിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. രാവിലെ പോലെ ലുലു പോയി കഴിഞ്ഞാൽ ഓരോ മീലായിട്ട് നമുക്ക് കിട്ടും. സാൽമൺ, മറ്റേത്, ലാമ്പ്, ഈ സാധനം കിട്ടും. പിന്നെ മേടിച്ചുകൊണ്ട് പോവുക, ഇരുന്ന് തിന്നുക, വർക്കൗട്ട് ചെയ്യുക, ബോഡി മാറി. എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലാണെങ്കിൽ നാട്ടിലെ ഫുഡും കഴിച്ച് 2 മാസം നമ്മൾ ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്താൽ എന്ത് ഒരു ഫോമിലാവും, അതിലും നല്ലതായിട്ട് 2 ആഴ്ച കൊണ്ട് വന്നു. ഫുഡ് ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇവിടെ ആയിട്ട്. അതുപോലെ ജിം എന്ത് പമ്പാണെന്നറിയോ? ഒരു സാധനവും വേണ്ട, സപ്ലിമെന്റ് വേണ്ട, ഒന്നും വേണ്ട, ഭയങ്കര മുമ്പാണ്. ഇത് ചെയ്ത് കത്ത് പോയി ലിറ്ററലി. ഞാൻ എന്നിട്ട് അന്ന് അത്രയൊക്കെ ഇഷ്ടപ്പെട്ട് 7 or 10 സെറ്റ് ഞാൻ അടിച്ചു. അത് മാത്രമേ ചെയ്തുള്ളൂ ട്രൈസിന്. ഭയങ്കര ഫീലാ. പക്ഷെ അത് കേരളത്തിലെ ജിമ്മിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ലൊരു മെഷീനാണ്. പക്ഷെ അത് കറക്റ്റ് കിട്ടണം. വിഷയ സാധനം അത് ബോണാവും, കത്തും. അമ്പാട്ട് 3 ദിവസം വർക്കൗട്ട് ചെയ്തപ്പോൾ കൈയൊക്കെ ഇത് ഗത പോലെ ഇരിക്കുന്നത്. ഞാൻ നിർത്തുക. മടിയന്മാർക്ക് ഇത്രയും മസില്, ഇവിടെ കഷ്ടപ്പെടുന്നവന് മസിലില്ല. എന്തോ ഒരു ബിരിയാണി, ഒരു ബീഫ് ബർഗർ ഒറ്റരിപ്പിന് നിന്നു. കട്ടിങ്ങിനൊന്നും പറഞ്ഞ് വന്നിട്ട് ബൾക്കിങ്ങിനേക്കാളും വലിയ തീറ്റയാ. പബ്ലിക്കിനോട് പറയട്ടെ, ഗൈസ് എൻ്റെ വർക്കൗട്ട് മണ്ടർ മാറ്റി.
കുഴപ്പന്മാരുമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് എറിയാനല്ല, അതെ ഈ സാധനം. എങ്ങനെ ചെയ്തോ ചെയ് മോൻ, എങ്ങനെയാലും ചെയ്. ചുമ്മാ വെയിറ്റ് എടുത്ത് ആട്ടിയാൽ മതി. മസില കൊഴുത്തൊരു 3-4 ദിവസം കൊണ്ട് ഡബിൾ. ഇല്ല, ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഡബിളായി. ഫുഡ് കയറാത്തായിരുന്നു പ്രശ്നം. മെയിൻ പ്രശ്നം അതായിരുന്നു, വർക്കൗട്ടും ഇല്ല ഫുഡും ഇല്ല. Listening to me cause I run it. I'm the only one that really want it. I'm the only one that's really on it. I'm just being honest. I'm just doing everything I promise cause I want it bad enough that I'ma make it as an artist. And I know I'm not the smartest and I know I'm not the largest, but I promise you that I'ma be the one that worked the hardest, cause I promise you that I'm just getting started. And I promise you that my skills are getting sharper, so I'ma get charted. Can't be guarded. Nah, I'm the one to get retarded. Get the party started. Yeah, get the party started. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഇഞ്ചുറി പരിപാടികളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയും ഇഞ്ചുറി പിന്നെയും ചെയ്യും. ഇതേ പ്രോസസ് തന്നെ വരുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് കറക്റ്റ് പറയാതെ എനിക്കൊരു ബോഡി ബിൽഡിംഗ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ ഇഞ്ചുറി അല്ലാതെ വരുന്നത് അത്രയും ഇല്ലാമോ. നോർമൽ ഫിറ്റ്നസ് ഒരു ഇൻഫ്ലുവൻസർ ഫിറ്റ്നസ് ചെയ്യുന്നത് ആദ്യം ഒരു ബോഡി ലൈഫ് സ്റ്റൈൽ വർക്കൗട്ട് രീതികളും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫിറ്റ്നസ് റൂട്ടീൻ പരിപാടികളെല്ലാം വ്യത്യാസമാണ്. അത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ മൈൻഡ് ഫോക്ക് ചെയ്യുന്നതായിട്ട് എല്ലാം. അപ്പോൾ മനസ്സിലോട്ട് ഇപ്പോൾ ഞാൻ റെഗുലറായിട്ടുണ്ട്. എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ബോഡി ബിൽഡിംഗ് രണ്ട് കാറ്റഗറിയാണ്. ബോഡി ബിൽഡിംഗിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ സമയത്ത് ഫുഡ് കഴിക്കണം, ഉറങ്ങണം, വർക്കൗട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഇല്ലാത്ത ഒരു കറക്റ്റ് ഒരു സമയത്തുള്ള ഫുഡ് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴും നമ്മളിത് ചെയ്യുന്ന കാര്യം ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് ഒക്കെ ആൾക്കാർ പറയുന്നത് അവര് വേറെ ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് നോക്കാറില്ല, അല്ലെങ്കിൽ മദ്യപിക്കുക പോലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ അതിനോട് ചെയ്തൊരു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഇതേ കാരണം എപ്പോഴും ഞാനൊരു ബാലൻസ് വെക്കാറുണ്ട്. ഇതിന്റെ കാര്യങ്ങളെല്ലാം മെഡിക്കൽ റൂട്ടീൻസ് ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, സിപ്പ് പഠിക്കാനുള്ളത് അങ്ങനെ പോകാറുണ്ട്. മെയിൻ്റെനൻസ് ചെയ്തിട്ട് ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ പോകും. പക്ഷെ കഴിഞ്ഞ ഒരു മാസങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് കരിയർ തുടങ്ങി ഇത്രയും മാസങ്ങൾ ഞാൻ ഓഫ് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് നടത്തി. കാരണം ഐ വാണ്ടഡ് ടു നോ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യാതെ നമ്മൾ റൊട്ടീനിൽ മാറി പോകുമ്പോഴത്തേക്ക് എങ്ങനെ എന്റെ ബോഡി എഫക്ട് ചെയ്യുന്നുണ്ട്, അത് ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് മാറ്റാറുണ്ട്, അത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ പ്രോസസ് വന്നതാണ്. അപ്പൊ അങ്ങനെ അതുപോലെ കണ്ടുപിടിക്കുകയും ചെയ്തു, അതേപോലെ ഫുഡ് കഴിക്കുകയും ചെയ്തു, ഓടി അവിടെ ഫുഡ് കഴിച്ചു, വർക്കൗട്ടും ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ബോഡിക്ക് ഒരു വർക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒന്നേ ഞാൻ തുടങ്ങാൻ പോകണം ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇതിലുള്ള ഒരു കാര്യം, ഇതിൽ ആർക്കും എന്തുകൊണ്ട് ചെയ്യാം, നിങ്ങൾ നിൽക്കുന്ന ഏതൊരു സ്റ്റേജിലായിക്കോട്ടെ, അത് ഇപ്പൊ ഈ പറയുന്ന പോലെ തുടക്കക്കാരായിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിസ്റ്റൊക്കെയാണ് അത്ലറ്റിക് അല്ലെങ്കിൽ ഹാബിറ്റ്സും പരിപാടികളും എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തുടങ്ങും. കാരണം ഞാൻ നിങ്ങൾ അതേ ലെവലിൽ തന്നെ ദിവസങ്ങളൊന്നുമല്ല മാസങ്ങൾ ഇതേ റൊട്ടീൻ ഇത് ചെയ്ത് ഞാനും എല്ലാം ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈലോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ അതിന് ഐ വാണ്ട് യു ഗൈസ് ടു വാച്ച് ദിസ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് കാണുന്ന ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് ചെയ്യണം. സോ ബേസിക്കലി നമ്മുടെ കമ്മ്യൂണിറ്റി ഇതിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റി ലിങ്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ. അതിൽ നമ്മൾ പറയുന്നത് ഫിറ്റ്നസ്, ഫൈനാൻസ് ആൻഡ് ബിസിനസ്, ഇതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. സെൽഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, പൈസ ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പല പല ചാൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പിന്നെ ഉള്ള ഒരു കാര്യം, ഈ ഒരു ജോലിയിൽ ആർക്ക് വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കുറെ പരിപാടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബേസിക്കലി അത് ഞാനൊരു ട്രാൻസ്ലേഷൻ തന്നത്. കാരണം ഇപ്പൊ എനിക്ക് ഇതൊരു ചലഞ്ചാണ്. കാരണം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിൽ, കാരണം ഞാൻ പണ്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ബാലൻസിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ബാലൻസ് ഇപ്പൊ ഞാൻ ബോഡി ബിൽഡ് ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഒരു ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ കാണിച്ചത് ഇതാണ് ഇപ്പോഴത്തെ എന്റെ ബോഡി. ഓക്കെ, കാരണം ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് അവിടെ തോന്നുമായിരിക്കും. പക്ഷെ അത് എനിക്ക് പറഞ്ഞ പണ്ട് ഒരു ക്ലീൻ ചെയ്തോണ്ടാണ്. പക്ഷെ എന്റെ ബോഡി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓക്കെ കാണാമല്ലോ. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം കുറെ നാളുകൊണ്ടുള്ള അൺഹെൽത്തി ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, എവരിതിങ് എല്ലാം കൂടെ വിട്ടിട്ട് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ അവിടെ എന്താണ് ലൈഫ്, അല്ലെങ്കിൽ ഫുഡ് എന്താ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കൂടുതൽ കണ്ടൻസ് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ബാക്കി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ബോഡി ഞാൻ ട്രാൻസ്ഫോർ ചെയ്യുന്നതാണ് ചെയ്തത്. ഈ ബോഡി ഞാൻ ട്രാൻസ്ഫോർ ചെയ്യുന്നതാണ്.